10 രൂപയുടെ പാസ് എടുത്ത് ഞങ്ങൾ അങ്ങ് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ചേഞ്ചാണ്, സഡൻ ചേഞ്ചാണ്. ചെവി നമ്മുടെ ഈ ഹൈ റേഞ്ചിലോട്ട് പോകുമ്പോഴും നമ്മുടെ ചെവി അടഞ്ഞു പോകുന്ന പോലെ ചെവി അടഞ്ഞിട്ടാണ്. കാരണം അവിടെ ഒരു നോയ്സും ഇല്ല, ഒന്നുമില്ല, ഭയങ്കര തണുപ്പും. This is the land of serenity, nestled amidst the majestic Himalayan mountains. This small kingdom is home to some of the most spectacular natural beauty in the world. From the soaring peaks of Himalayas to the lush green valleys and the rushing rivers, Bhutan is an adventurous paradise. Bhutan is a place where ancient traditions meet modern convenience, and where ancient Buddhist monasteries and fortresses stand in contrast to the hustle and bustle of the city. My name is Shravan. This is my expedition of Eastern Himalayas, which literally means I am in search of serenity. Whether you are an avid hiker, a natural lover, or an explorer of culture, Bhutan has something to offer. So come and explore the land of the Thunder Dragon and discover a part of the world that will stay with you forever. Welcome to Bhutan. Let's go. I can still hear us singing. ചിരി വന്നോ? ക്യാമറ കാണുമ്പോ ചിരി വരുമല്ലോ. ഞങ്ങളതാ ആദ്യമായിട്ട് വിമാനത്തിൽ കയറാൻ പോവുകയാണ്. നാസി കുറെ പ്രാവശ്യം വിമാനത്തെ കയറ്റിട്ടുണ്ട്. അവള് വിമാനത്തിൽ തന്നെയാണ്. ഇങ്ങോട്ടേക്കാണെന്നുള്ള കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെ പോകണം, സിക്കിം, അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു, ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഭൂട്ടാനിലോട്ട് പോകണം എന്നുള്ള തീരുമാനം എടുത്തു എല്ലാവരും കൂടെ. ഞങ്ങൾ ആദ്യം ഇങ്ങനെ പറയുന്നു ഭൂട്ടാന്റെ കൾച്ചർ അറിയണം, അവരെങ്ങനെ അവരുടെ ഫുഡ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അറിയണം എന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഭൂട്ടാന്റെ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡിന് ശേഷം യാത്രകൾ പൊതുവെ കുറവായിരുന്നു. കോവിഡിന് മുന്നേ കുറച്ചൊക്കെ സൗത്ത് ഇന്ത്യ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടെങ്കിലും റാസിയായിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ്. ഓള് ഒരു ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കൂടി ഞാൻ സൗത്ത് ഇന്ത്യയിൽ കുറച്ച് പാട്ടൊക്കെ കവർ ചെയ്ത സമയത്ത് കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടും പിന്നെ അങ്ങനത്തെ ഛർദി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭൂട്ടാനെ പറ്റി പഠിച്ചപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂട്ടാനെ കുറച്ചുകൂടി ഹിൽസും കാര്യങ്ങളും ക്ലൈംബിങ്ങും അങ്ങനെയൊക്കെ വേണം. പക്ഷേ ഇത് ആ ഒരു ടെൻഷനൊക്കെ ഇനീഷ്യൽ ഡേയ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് തന്നെ വരട്ടെ എന്ന് വെച്ച് ഞങ്ങൾ എന്താക്കുന്നത് ആ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അപ്പാക്കി. പിന്നെയുള്ളത് എത്ര ദിവസത്തെ ട്രിപ്പാണ്, എങ്ങനെ പോകണം, ട്രാവൽ ഏജൻസി വേണം, നല്ല പാക്കേജ് വേണം. അപ്പോൾ അതൊക്കെ കൂടെ ഞങ്ങൾ സെർച്ച് ചെയ്തായിരുന്നു. ഞാൻ ഓരോന്ന് ഇങ്ങനെ സെർച്ച് ചെയ്യും, എന്നിട്ട് കണ്ണച്ചന് കൊടുക്കും. കണ്ണച്ചൻ വിളിച്ച് ചോദിക്കും. അപ്പോൾ കുറേ അങ്ങനെ വിളിച്ച് ചോദിച്ചു, പക്ഷെ ഒന്നും ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടുള്ള ലളിതാണ് പിന്നെ സൺഷൈനിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യണത്. ഇങ്ങനെ ഇത് പോകണം, ഇതിങ്ങനെ ഒരു പാക്കേജ് ഉണ്ടെന്ന്. ഞാൻ നാട്ടിലായിരുന്നു ഭൂട്ടാനിൽ പ്ലാൻ ചെയ്തപ്പോൾ ഉള്ളത്. അങ്ങനെ ഞാൻ ബാച്ചിക്കാൻ്റെ അടുത്ത് പോയി ബാംഗ്ലൂർ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ആമിയും കണ്ണച്ചൻ അവരടുത്ത് അവരെ ഫ്ലാറ്റിലേക്ക് പോയി. ഈ ഭൂട്ടാനിലെ പാക്കേജസ് ഞങ്ങൾ നോക്കിയ സമയത്ത് ഇവർ വളരെ കുറവ് പാക്കേജ്, കമ്പാരിറ്റീവ്ലി വളരെ കുറവ് പാക്കേജാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സംശയമായിരുന്നു ഇത് ഫേക്കാണോ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചെറിയൊരു പൈസയായത്. അപ്പോൾ വേറെ അവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ചീപ്പ്. അങ്ങനെ ഞാനും ശ്രാവണം ഇങ്ങനെ ദിവസം പോകുന്ന അന്ന്
അന്ന് വരെ എയർപോർട്ടിൽ എത്തുന്നവരെ ഞാനിങ്ങനെ പറയും ഇത് ഒറിജിനലാണോ, ചെങ്ങായി ഫോൺ എടുപ്പിക്കില്ലെങ്കിലോ, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷനും ടെൻഷനും ഉണ്ട് ഞങ്ങൾക്ക്. ശരിക്കും ഭൂട്ടാൻ ട്രിപ്പ് ശരിക്കും ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ടൂറായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആമയും ഇതിന് മുന്നേ വിമാനത്തിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഭൂട്ടാൻ യാത്രയിൽ ഞങ്ങൾ ആദ്യത്തെ വിമാന യാത്രയായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തലേദിവസം മുതലേക്ക് ആലോചിച്ചിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ കപ്പലാണെങ്കിൽ കപ്പൽ തകർന്നു കഴിഞ്ഞാൽ നീന്തിയെങ്കിലും രക്ഷപ്പെടാമല്ലോ. വിമാനം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഒരു പിടുത്തമില്ലല്ലോ എവിടെയും. അതിൻ്റെ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻജിൻ്റെ ഇഗ്നീഷൻ സ്റ്റാർട്ടായി പെട്ടെന്നാണ് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഭയങ്കര ഒരു മൂവ്മെൻറ്റ്. നമ്മൾ വായിച്ചും പഠിച്ചൊക്കെയുള്ള അറിവല്ലേ എസ്കേപ്പ് പാരാസൈറ്റിനെ കുറിച്ച്. ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തത് ശരിക്കും അതൊരു ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഗ്രാവിറ്റീനെ ബ്രേക്ക് ചെയ്ത് പറക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഫോഴ്സ് ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ചങ്കിനും ചെസ്റ്റിനൊക്കെ എനിക്ക് വന്നിങ്ങനെ വലിക്കുന്ന ഒരു ഫീല് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഏകദേശം അതൊരു 10 മിനിറ്റോളം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് നമ്മൾ ബാഗ്ഡോഗ്ര എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എന്താ പറയുക വെച്ചാൽ ഒരു സൈനിക വിമാനത്താവളമാണ് ബാഗ്ഡോഗ്രയിലെ എയർപോർട്ട്. അത് വളരെ ചെറിയൊരു എയർപോർട്ട്. നാളെ വരുമ്പോഴേക്ക് പുറത്തിറങ്ങുമ്പോഴേക്ക് നാടുകളുണ്ട് ഇന്ന് വണ്ടി റെഡിയാണ്. ട്രാവൽസിൻ്റെ ഒരു ഇന്നോവ ക്രിസ്റ്റ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു 4.5 മണിക്കൂർ യാത്രയുണ്ട് ജയ്പൂരിലേക്ക്. ഇതാണ് നമ്മുടെ ബാഗ്ഡോഗ്ര സാരഥി പ്രസൻജിത്ത് ജി. ആമി, ആദ്യത്തെ വിമാനയാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അതാ ലോക്കലതല്ല. പ്രസൻജിത്ത് ജിയാണ് നമ്മുടെ ബാഗ്ഡോഗ്രയിൽ നിന്ന് ജയ്പൂരിലേക്ക് കൊണ്ടുവന്നത്. വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിൽ ഹിന്ദി അറിയാവുന്ന ഏക വ്യക്തി ഞാനാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു ഏജൻസി. അപ്പോൾ അവരോട് സംസാരിക്കാൻ ഈ മണ്ടന്മാർക്ക് 3 പേർക്കും അറിയത്തില്ല. ഞാനാണ് പുള്ളീനൊക്കെ വിളിച്ച് സംസാരിച്ച്. അതിന് മുന്നേ ഇവരെന്നെ കളിയാക്കുമായിരുന്നു, എനിക്ക് തേങ്ങ അറിയും, ഹിന്ദി എല്ലാം തേങ്ങ അറിയും. പക്ഷെ പുള്ളീനെ വിളിച്ച് സംസാരിച്ച് ഞാൻ വണ്ടി കയറിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവർക്ക് എന്തൊക്കെയോ കുറച്ചൊക്കെ അറിയാം. നമ്മൾ ബാഗ്ഡോഗ്രയിലേക്ക് ഇറങ്ങി ആ വെസ്റ്റ് ബംഗാൾ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ കാറിൽ അവരുടെ ഒരു പാട്ടുണ്ട്, പഴയ കുറേ ഹിന്ദി പാട്ടുണ്ട്. നമ്മളിവിടെ നിന്നൊക്കെ നമ്മൾ ഉപ്പാപ്പയോടൊക്കെ പ്ലേ ചെയ്ത് റേഡിയോ എന്നൊക്കെ കേട്ടിട്ടില്ല കുറേ പാട്ടും. അത് അതിന് പറ്റിയ സ്ഥലങ്ങളാണ് കാണുന്നതൊക്കെ. പഴയ വീടുകളും ഒരുപാട് തോട്ടങ്ങൾ. അങ്ങനെ അതിൻ്റെ നടുവിൽ ഈ പാട്ട് വിട്ട് ഒരു യാത്ര ഞങ്ങൾ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് എന്നെ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെടുത്തിയൊരു സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഓട്ടോറിക്ഷയാണ്. ഒരു പ്രത്യേക തരം രീതിയിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ഒക്കെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഏകദേശം സെയിമാണ്. കളർ വ്യത്യാസം ഉണ്ടാകുന്നല്ലാതെ ഓട്ടോ കാഴ്ചകളെല്ലാം സെയിമാണ്. പക്ഷേ ഈ വെസ്റ്റ് ബംഗാളിലുള്ള നോർത്ത് സൈഡിലുള്ള ഓട്ടോകൾ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്.
പോലത്തെ ഒരു സ്ഥലമല്ല, കാരണം നമ്മൾ ഫുള്ള് തേയിലത്തോട്ടാണ്. പിന്നെ അങ്ങോട്ട് ഏകദേശം ജയ്പൂരൊക്കെ അടുക്കാറായപ്പോഴേക്കും നമ്മൾ ഈ ഹിമാലയൻ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന ഇഷ്ടംപോലെ നദികൾ, പുഴകൾ ക്രോസ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് നല്ല കാഴ്ചയാണ്, നല്ല വൈഡായിട്ടുള്ള റിവറുകൾ. പിന്നെ പക്ഷേ റിവറുകളിലൊന്നും വെള്ളം ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള 1-2 നദികൾ പോകുന്ന വഴിക്ക് കാണാൻ സാധിച്ചു. ഒന്ന് തോർസ നദി കാണാൻ പറ്റി. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ബ്രഹ്മപുത്ര എന്ന് പറയുന്ന റിവർ ഉണ്ടല്ലോ, അത്. പിന്നീട് അങ്ങോട്ട് പതുക്കെ 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 മൊത്തത്തിലൊരു ടെക്സ്റ്റർ ലാൻഡ്സ്കേപ്പ്, നമ്മുടെ നാച്ചുറൽ മൊത്തത്തിൽ ആ ഒരു എല്ലാം ചേഞ്ച് ആവാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ബോർഡർ അടുക്കും തോറും ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ആ ഒരു പ്രകൃതിയുടെ തന്നെ ഒരു ചേഞ്ച് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ കഴിയും. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഒക്കെ കളർ മാറിയിട്ടൊരു ഒരു വൈറ്റ് കളർന്ന ഒരു മണ്ണാവാൻ തുടങ്ങി, നല്ല പച്ചപ്പ് വരാൻ തുടങ്ങി. അങ്ങനെ നമ്മളിപ്പോൾ ഭൂട്ടാനിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന, അതായത് ഭൂട്ടാൻ. പിന്നെ നമുക്ക് മെല്ലെ മെല്ലെ മലനിരകൾ കാണാൻ പറ്റും. ഇപ്പം ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നത് ഭൂട്ടാൻ മലനിരകളാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വണ്ടി, അതായത് ഈ റെഡ് നമ്പർ പ്ലേറ്റിലുള്ള വണ്ടികൾ കാണാൻ തുടങ്ങി, BT ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കത് ഭൂട്ടാൻ ഫസ്റ്റ് തന്നെ ഒരു കൗതുകമായിരുന്നു. കാരണം നമുക്ക് നമ്പർ പ്ലേറ്റ്, എനിക്ക് പൊതുവെ എതിർ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ രജിസ്ട്രേഷൻ, കേരളത്തിലാണെങ്കിൽ തന്നെ വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് നമുക്ക് രജിസ്ട്രേഷൻ നോക്കാം. പിന്നെ അങ്ങനത്തെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഭൂട്ടാൻ രജിസ്ട്രേഷൻ റെഡ് നമ്പർ പ്ലേറ്റ്, വേറൊരു രാജ്യത്തെ വണ്ടി നമ്മളെ റോഡിൽ കാണുന്നതിൻ്റെ കൗതുകം അതുണ്ടായിരുന്നു. ഈ ഹിമാലയൻ റേഞ്ചസിൻ്റെ ഈസ്റ്റേൺ സബ് ട്രോപ്പിക്കൽ ടെയിലൻ റീജിയനാണ് ശരിക്കും ഈ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം. നമുക്കറിയാം ഹിമാലയ മലനിരകൾ എങ്ങനെയാണ്, അതിൻ്റെ ബ്യൂട്ടി എങ്ങനെയാണ് നമുക്കറിയാം. അപ്പോൾ ഇതൊരു രാജ്യത്തിൻ്റെ ബോർഡർ മാത്രമല്ല, രാജ്യം മുഴുവൻ ഈ ഹിമാലയൻ മലനിരകൾ തിങ്ങി നിറഞ്ഞ് ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിയാണ് കാണാൻ തന്നെ. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിനെ അവർ ദ ലാൻഡ് ഓഫ് ദ തണ്ടർ ഡ്രാഗൺ എന്ന് കൂടിയാണ് വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിലുണ്ടാകുന്ന ന്യൂനമർദ്ദത്തിലുണ്ടാകുന്ന ഈ സൈക്ലോണ്, പിന്നെ വോർട്ടക്സ്, നമ്മുടെ പ്രകൃതിക്ഷോഭത്തിൽ നിന്നും പല അപകടങ്ങളിൽ നിന്നും ഈ രാജ്യത്തിനെയും ജനങ്ങളെയും രക്ഷപ്പെടുത്തുന്ന ഈ ഹിമാലയൻ റേഞ്ചസാണ്. അതുകൊണ്ട് ഇവർ ദ ലാൻഡ് ഓഫ് ദ തണ്ടർ ഡ്രാഗൺ എന്നാണ് ഈ രാജ്യത്തിനെ തന്നെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ലാൻഡ് ഓഫ് സെറനിറ്റി, അത്രയും ശാന്തിയും സമാധാനത്തോടെ അവരുടെ തനതായ കൾച്ചറും അവരുടെ ട്രഡീഷനും എല്ലാം അവർ കാത്തു സൂക്ഷിച്ച് അത്രയും സഹകരണത്തോടെ കഴിയുന്ന ഒരു രാജ്യം കൂടിയാണ് ഭൂട്ടാൻ. അപ്പോൾ രാജ്യത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് നോക്കുകയാണെങ്കിലും സംസ്കാരം നോക്കുകയാണെങ്കിലും എന്തുകൊണ്ടും ഭൂട്ടാൻ ഒരു നമ്മൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ശരിക്കും. ലളിത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകുന്നേരം നമുക്ക് ഭൂട്ടാനിലോട്ട് പോവാം, ബോർഡർ കടന്നിട്ട് അതിനടുത്തുള്ള ജയ്ഗുൺ, ഫിൻസിലി അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ 10 രൂപയുടെ എൻട്രി പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്കൊരു 9 മണിയാകുമ്പോഴേക്കാണ് ആ പാസ് ഇത് അടയ്ക്കുക, ബോർഡർ ക്ലോസ് ആവുക. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ റുപ്പിയാണെങ്കിൽ ഭൂട്ടാനിൽ നെഗൽട്രം എന്ന് പറയുന്ന കറൻസിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അതിന് വാല്യൂ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെയിം വാല്യൂ, 10 രൂപയുടെ, ഇന്ത്യൻ 10 രൂപയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ 100 രൂപയുടെ അതേ വാല്യൂ തന്നെയാണ് ഭൂട്ടനീസ് നെഗൽട്രത്തിനുള്ളത്. അത് അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഭൂട്ടാൻ ഒന്ന് കാണാന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് കാരണം ഞങ്ങൾ ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് ഭൂട്ടാനിലേക്ക് എത്തി. അപ്പം നമ്മൾ ഭൂട്ടാനും ജയ്ഗുണും വെച്ചപ്പോൾ ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇത് ജസ്റ്റ് 100 മീറ്റർ 50 മീറ്റർ ഡിഫറൻസ് ഉള്ള ഒരു ടൗണിൻ്റെ ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഫിൻസിലിങ്ങിൽ എത്തുന്നതൊക്കെ തന്നെ ടൗൺ ഫുൾ പീസ്ഫുള്ളാണ്. നമ്മൾ ഫുൻസിലിങ്ങിൽ നമ്മൾ ഇച്ചിരി നടന്നു കഴിയുമ്പോൾ തന്നെ ആദ്യം തന്നെ വരുന്നത് നമുക്കൊരു ഫേമസ് ആയിട്ടുള്ള ഒരു മൊണാസ്ട്രിയാണ്. അവിടുത്തെ സാങ്തോ പെൽറി ലക്കാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊണാസ്ട്രിയാണ്. ഹെവൻ ഓഫ് ഗുരു റിംപോച്ചെ എന്നറിയപ്പെടുന്ന ഒരു മൊണാസ്ട്രിയാണ് ശരിക്കും. അത് ഗുരു റിംപോച്ചയുടെ ഒരു ആരാധിക്കുന്ന, അവർ ഹെവനായിട്ട് കണക്കാക്കുന്ന ഒരു മൊണാസ്ട്രിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ മൊണാസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 3 നില കെട്ടിടമാണ് മൊണാസ്ട്രിയാണ് ശരിക്കും. ഓരോ നിലയിലും അവരുടെ ഓരോ ബുദ്ധ അവതാരങ്ങളാണ് അവർ
അവിടെ ആരാധിച്ചു വരുന്നത് ആ 3 നിലയിലും. അതിനുശേഷം നമ്മൾ പിന്നെ ഒത്തിരി സിനിമകളിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ പ്രയർ വീൽസ്. ഈ ടിബറ്റൻസ് ഭൂട്ടാനീസ് ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു റിച്വലിൻ്റെ ഭാഗമാണ് ഈ പ്രയർ വീൽസ്. എല്ലാ മൊണാസ്ട്രിയിലും നമുക്കിത് കാണാൻ കഴിയും. പല സൈസിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് മുതൽ ഭയങ്കര വലുത് ജൈൻറ്റിക് ആയിട്ടുള്ള പ്രയർ വീൽസ് വരെ ഉണ്ട് അവർക്ക്. ചെവി നമ്മുടെ ഈ ഹൈ റേഞ്ചിലോട്ട് പോകുമ്പോഴും നമ്മുടെ ചെവി അടഞ്ഞു പോകുന്ന പോലെ ചെവി അടഞ്ഞിട്ടാണ്. കാരണം അവിടെ ഒരു നോയ്സും ഇല്ല. ഒരു വണ്ടി വന്ന് നിർത്തി. ഞങ്ങൾ റോഡ് കടന്നുമ്പോഴും വണ്ടി ഇങ്ങനെ 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 ലൈനായിട്ട് നിർത്തിയേക്കുക. അപ്പോൾ നമ്മൾ കടന്നു കഴിഞ്ഞ് അവരൊന്നും പറയുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് കടന്നു കഴിയുമ്പോഴാണ് വണ്ടി എല്ലാം പോണത്. അപ്പം അങ്ങനെ ആര് പോവുകയാണെങ്കിലും വണ്ടി അവിടെ നിർത്തിത്തരും. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവിടെ. ഭയങ്കര പീസായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള നല്ല സ്ഥലങ്ങൾ.